കണ്ണൂർ തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീ നിയന്ത്രണ വിധേയമായി. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് വൈകിട്ട് 5 മണിയോടെ തീപിടുത്തമുണ്ടായത്. നിരവധി കടകൾ പൂർണ്ണമായും കത്തിയമർന്നു. ആളപായമില്ല. തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല. പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂവെന്ന് ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ പറഞ്ഞു. 12 യൂണിറ്റ് ഫയർഫോഴ്സാണ് ദൗത്യത്തിൽ പങ്കെടുത്തതെന്ന് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട്. KP ഇന്ന് വൈകിട്ട് 5:15 കൂടിയാണ് തളിപ്പറമ്പ് നഗരത്തിലെ ദേശീയപാതയോട് ചേർന്ന KV കോംപ്ലക്സ് എന്ന ബിൽഡിംഗ് സമുച്ചയത്തിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ മാക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ചെരുപ്പും അതുപോലെ തന്നെ ബാഗുകളും ഒക്കെ തന്നെ വിൽക്കുന്നൊരു കടയ്ക്കാണ് ആദ്യമായി തീപിടിച്ചത്. ആ തീ പിന്നീട് ഈ ബിൽഡിങ്ങിലേക്ക് മൊത്തം പടർന്നു പിടിക്കുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായത് ഒരു പ്രാഥമിക നിഗമനം തന്നെയാണുള്ളത്. കാരണം ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു തീപിടുത്തത്തിലൂടെ നശിച്ചു പോയിരിക്കുന്നത്. മാത്രമല്ല ജില്ലയുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 15ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഈ വലിയ തീകോളം അണയ്ക്കാൻ വേണ്ടി സാധിച്ചത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നം ഇതിനായി വേണ്ടി വന്നു. അതിന് 4 മണിക്കൂറോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ തീ നിയന്ത്രണം വിധേയമാക്കാൻ വേണ്ടി സാധിച്ചത്. അവസാന നിമിഷം എവിടെയെങ്കിലും ഈ തീയുടെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ ആളുകളൊക്കെ തന്നെ ഇവിടെ വലിയ തോതിലുള്ള പരിശോധനകളും ഒക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിലും ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചും ഈ പോലീസിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ ആശ്വാസം നൽകുന്ന കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രാഥമികമായി ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചടക്കം വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അടക്കം നേതൃത്വത്തിൽ ഇവിടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 50 കടകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിലേറെ കടകൾ ഉൾഭാഗത്തേക്ക് കത്തി നശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിന് തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തി മാത്രമേ അതിലൊരു വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി. ഏതായാലും തളിപ്പറമ്പ് നഗരത്തെ ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾ തന്നെയാണ് ഇവിടെ കടന്നുപോയത്. KP